എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തിയിരിക്കുന്ന പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് വരാൻ പോകുന്ന LDC പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തുടക്കം കുറിച്ച റിവിഷൻ സീരീസിൽ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ, ഒപ്പം കുറച്ച് അനുബന്ധ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്ന് കൊടുത്തിരിക്കുന്നു. വക്ക അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാക്ബിടാനന്ദ സമത്വ സമാജം എന്ന് കൊടുത്തിട്ടുണ്ട്. 1, 2, 3 എന്നതിൽ തെറ്റായിട്ടുള്ള ബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൃത്യമായിട്ട് ഈ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. 1ഉം 3ഉം തെറ്റെന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്, 3 തെറ്റെന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്, ഓപ്ഷൻ സിയിൽ 2ഉം 3ഉം തെറ്റെന്നാണ് പറയുന്നത്, ഓപ്ഷൻ ഡിയിൽ 1 മാത്രം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് നമ്മൾ പഠിക്കുന്നതാണ്. വക്ക അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്ന് പഠിക്കുന്നതാണ്. എന്നാൽ വാക്പിടാന്തനുമായി ബന്ധപ്പെട്ടതല്ല, സമത്വ സമാജം എന്ന് നമുക്കറിയാം, അത് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 3 മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓരോ ഓപ്ഷനിലൂടെയും കടന്നു വരുമ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫാക്റ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് ഈ പറയുന്ന സമത്വ സമാജം. 1836 സമത്വ സമാജം സ്ഥാപിച്ചതായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1836 1836 എന്ന് പറയുന്ന വർഷത്തിൽ വൈകുണ്ഠസ്വാമികളാണ് എന്ത് സ്ഥാപിക്കുന്നത്? സമത്വ സമാജം സ്ഥാപിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? സമത്വ സമാജം എന്ന് പറയുന്നത്. ഇനി അടുത്തവിടെ കൊടുത്തിരിക്കുന്ന താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ഏത്? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി 1907 എന്ന് പറയുന്ന വർഷത്തിലാണ് ആരംഭിക്കുന്നത്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് സാധുജന പരിപാലന സംഘം. വർഷം ചോദിച്ചാൽ 1907 ആണ്. അതേപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ ഒരു സംഘടനയുണ്ട്. അത് നമ്മുടെ SNDP ആണെന്ന കാര്യം ഓർത്തിരിക്കുക. SNDP ആണ് ഈ ഒരു സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായത്. 1903 SNDP രൂപീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം. 1907 സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നത്. സാധുജന പരിപാലന സംഘത്തിന് ഒരു മുഖപത്രമുണ്ട്. ആ മുഖപത്രത്തിന്റെ പേരാണ് സാധുജന പരിപാലിനി. 1913 ഇത് പുറത്തിറങ്ങുന്നത്. 1907 എന്ന് പറയുന്ന വർഷത്തിലാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. അതിനൊരു മുഖപത്രമുണ്ട്. ആ മുഖപത്രത്തിന്റെ പേര് സാധുജന പരിപാലിനി എന്നാണ്. അത് ആരംഭിക്കുന്നത് 1913 കാര്യം ഓർത്തിരിക്കുക. വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യസംഘം, മുസ്ലിം സമാജം, ചിറങ്കീഴ് കേന്ദ്രീകരിച്ച് ഇതൊക്കെ ആരംഭിച്ചിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വക്കം മൗലവി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട് നവോത്ഥാന നായകനായ വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്ഥാപിച്ച സംഘടനകളാണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, മുസ്ലിം ഐക്യസംഘം, മുസ്ലിം സമാജം, ചിറങ്കീഴ് കേന്ദ്രീകരിച്ച് മുസ്ലിം സമാജം ആരംഭിച്ചമാര് തന്നെയാണ് വക്കം മൗലവി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് CMI സഭ ആരംഭിച്ചത് 1831. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ CMI സഭ ആരംഭിച്ചു 1831. വർഷം ഓർത്തിരിക്കാൻ സിമ്പിൾ ആണ്. ഈ CMI എന്നതിലെ അവസാനത്തെ എമ്മിനെ അങ്ങോട്ട് തിരിച്ചിട്ട് 3 കിട്ടും. പിന്നെ ആ ഐനെ ഒരു 1 സങ്കല്പിച്ച നമുക്ക് എന്തും കിട്ടും? 31 എന്ന് പറയുന്ന വർഷവും നമുക്ക് കിട്ടും. ഇനി കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛന്റെ ആ കായ ഉണ്ടല്ലോ, കായിനെ നമുക്ക് ഒരു 8 സങ്കല്പിച്ചാൽ 1831 എന്ന് പറയുന്ന ആ ഒരു വർഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനുമായി ബന്ധപ്പെട്ട വർഷമാണ് 1831. അതെന്താണ്? നമ്മുടെ CMI സഭ ആരംഭിച്ച വർഷമാണ്. അപ്പൊ CMI സഭ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ വർഷം ചോദിച്ചാൽ 1831. മറ്റൊന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1896 ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ നമ്മുടെ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ. നമുക്കറിയാം ഈഴവ മെമ്മോറിയലൊക്കെ സമർപ്പിച്ച വർഷമാണ് 1896. അതേ വർഷമാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്? ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതും PSC എത്രയോ തവണ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ SNDP ആരംഭിച്ച വർഷം 1903. SNDP ആരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു? ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1903. ഇനി പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടതാണ് അരയ സമാജം. അരയ സമാജം ആരംഭിച്ച വർഷം 1907. പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ടതാണ് അരയ സമാജം. അരയ സമാജം ഏത് വർഷമാണ് ആരംഭിച്ചത്? 1907 കാര്യം ഓർത്തിരിക്കുക.
ഇനി പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട വർഷം 1909 PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അത് ആരംഭിച്ച വർഷമാണ് ഈ പറയുന്ന 1909 പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട വർഷമാണ്. മന്നത്ത് പത്മനാഭൻ NSS ആരംഭിക്കുന്ന 1914 1914 NSS മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റൊന്നാണ് വേലുക്കുട്ടി അരയനുമായി ബന്ധപ്പെട്ട് അരയവംശ പരിപാലന യോഗം വർഷം ചോദിക്കുകയാണെങ്കിൽ 1916 അരയവംശ പരിപാലന യോഗം വേലുക്കുട്ടി അരയൻ 1916 ആരംഭിച്ചു. അപ്പൊ വേലുക്കുട്ടി അരയനാണ് അരയവംശ പരിപാലന യോഗം സ്ഥാപിക്കുന്നത്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1916 1917 സഹോദരൻ K അയ്യപ്പൻ സഹോദര സംഘം ആരംഭിക്കുന്നത്. 1917 1917 സഹോദരൻ K അയ്യപ്പൻ സഹോദര സംഘം ആരംഭിക്കുന്നു. അതേപോലെ തന്നെ അതേ വർഷം തന്നെയാണ് വാക്പടാനന്ദൻ ആത്മവിദ്യാ സംഘം ആരംഭിക്കുന്നത്. 1917 ആത്മവിദ്യാ സംഘം ആരംഭിക്കുന്ന ആരാണ്? വാക്പടാനന്ദൻ നേതൃത്വത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 1918 ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ആരംഭിച്ചു 1918. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ വർഷം ചോദിച്ചാൽ 1918. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ധർമ്മപരിപാലന സംഘം വർഷം ചോദിച്ചാൽ 1918. ഇനി ആനന്ദ തീർത്ഥനുമായി ബന്ധപ്പെട്ടാണ് ജാതിനാശിനി സഭ 1933. PK ചാത്തൻ മാസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ് കേരള പുലിയ മഹാസഭ 1970 ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ SCR ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നതാണ്. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ചോദ്യങ്ങൾ SCRT ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയ ഓരോ വ്യക്തികളും അവർ സ്ഥാപിച്ച സംഘടനകളും അതിന്റെ വർഷങ്ങളൊക്കെ SCRTയിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് PSC റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പരിചയപ്പെട്ടു. ഇനി ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. പാലക്കാട് ബന്ധിപ്പിക്കുന്നത് ഇവയെ തമ്മിലാണ് എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ശരിക്കും ഈ ഒരു ചോദ്യം ഫൈനാൻസിംഗ് പ്രകാരം ഡിലീറ്റ് ആക്കിയ ഒരു ചോദ്യമാണ്. ശരിക്കും അവിടെ ഉദ്ദേശിക്കേണ്ടത് ചിലപ്പോൾ പാലക്കാട് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് എന്നായിരിക്കും അവിടെ ചോദ്യമായിട്ട് വരേണ്ടത്. തമിഴ്നാട്, കേരളം ഈ രണ്ട് സംസ്ഥാനങ്ങളെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് അനുബന്ധ കാര്യങ്ങൾ, ചുരങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ മുന്നിലുള്ളത് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ താമരശ്ശേരി ചുരമുണ്ട്. താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം അല്ലെങ്കിൽ വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് താമരശ്ശേരി ചുരമാണ്. മറ്റൊന്ന് മാനന്തവാടി മൈസൂർ, അതാണ് പെരിയ ചുരം. പെരിയ ചുരം എന്താണ്? മാനന്തവാടി ടു മൈസൂർ ആണ്. മാനന്തവാടി, വയനാട്ടിലെ മാനന്തവാടി, മൈസൂർ ഈ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരിയ ചുരം. അതുപോലെ തന്നെ വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാൽച്ചുരം. പാൽച്ചുരം എന്ന് പറയുന്നത് വയനാടിനെയും കണ്ണൂരിനെയുമാണ് ബന്ധിപ്പിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. പേരമ്പാടി ചുരം കണ്ണൂർ, കൂർഗ്, കർണാടകയിലെ കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കും. കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പേരമ്പാടി ചുരം. നാടുകാണി ചുരം നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെയും ഗൂഡല്ലൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ നാടുകാണി ചുരം നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ആര്യങ്കാവ് ചുരം പുനലൂർ, ചെങ്കോട്ട, പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആര്യങ്കാവ് ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി, മധുരൈ, ഇടുക്കിയെയും മധുരയിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. അരിവാമൊഴി ചുരം തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കാം. പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂർ, താമരശ്ശേരി ചുരം നമ്മുടെ കോഴിക്കോട് മൈസൂർ, പെരിയ ചുരം മാനന്തവാടി മൈസൂർ, ഇനി പാൽ ചുരം വയനാട് കണ്ണൂര്, മറ്റൊന്ന് പേരമ്പാടി ചുരം കണ്ണൂര് കൂർഗ്, കർണാടകയിലെ കൂർഗിനും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരമാണെങ്കിൽ നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി അടുത്തത് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കും. ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി, മധുരൈ എന്നിവതിനെയാണ് ബന്ധിപ്പിക്കുന്നത്. ഈ നമ്മുടെ അരുവാമൊഴി ചുരം തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയുമാണ് ബന്ധിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ ഇവിടെ സ്വകാര്യവൽക്കരണം, ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം എന്നിങ്ങനെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മുടെ ഉത്തരം എന്താണ് വരേണ്ടത്? ഓപ്ഷൻ ബി ആണ്, ഭൂപരിഷ്കരണമാണ് പെടാത്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കുക, ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച സമയത്ത് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട PV നരസിംഹറാവു ആണ്. വർഷം 1991. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. ഇനി അടുത്തത് ഇന്ത്യൻ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്ന എന്നാന്ന് വെച്ചാൽ 1991 ജൂലൈ 24 അപ്പോൾ 1991 എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കുക. ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ PV നരസിംഹറാവു ആണ്. ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്ന് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്ത് ഇവിടെ നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ
ആശയങ്ങൾ രൂപം കൊണ്ടതെന്നാണ് 1991, അതായത് നമ്മുടെ ഈ പറയുന്ന പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യ സ്വീകരിച്ച ആ ഒരു സമയത്താണ് എന്ന കാര്യം ഓർക്കുക. LPG എന്ന് നമുക്ക് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, അതാണ് ഈ പറയുന്ന ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് വർഷമാണ്? 1991. ആരാണ് ആ സമയത്ത് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു ആണ്. ആരാണ് ആ സമയത്ത് നമ്മുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് ഉദാരവൽക്കരണം? ഉദാരവൽക്കരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും അതുപോലെ തന്നെ നയങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് എന്താണ് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ എന്ത് ചെയ്യാണ്? തുറന്നു കൊടുക്കുന്നു, ഉദാരവൽക്കരിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. എന്നാൽ 1991 നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഉദാരവൽക്കരണം ഒക്കെ ആരംഭിച്ചു എന്ന് നമ്മളിവിടെ പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്തരത്തിൽ ഉദാരവൽക്കരണ നയങ്ങളൊക്കെ 1980 ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചത് 1985 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉദാരവൽക്കരണ നയങ്ങളൊക്കെ ആരംഭിച്ചു 1980. അതിന്റെ നടപടികൾ എപ്പോൾ ആരംഭിച്ചു? 1985 ആരംഭിച്ചത്. 2 SCRT പോയിന്റ് ആണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചിലപ്പോൾ അതിന് ഡയറക്റ്റ് കോപ്പി അടിച്ച് ചോദിക്കാം. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നയങ്ങൾ ആരംഭിക്കുന്നു 1980, നടപടി ആരംഭിക്കുന്നു 1985. ഇനി രാഷ്ട്രത്തിന്റെ എന്താണ് ഉദാരവൽക്കരണം? പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചതാണ്. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായമാണ് എന്തെന്ന് പറയുന്നത് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തെ എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാരിന്റെ നിയന്ത്രണങ്ങളും അതേപോലെ തന്നെ സ്വാധീനവും ഒക്കെ പരിമിതപ്പെടുത്തുന്ന, ലിബറൽ ആക്കുന്ന ആ ഒരു സമ്പ്രദായത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉദാരവൽക്കരണം എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് സ്വകാര്യവൽക്കരണം എന്താണെന്നാണ്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ എന്താണ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക. അതാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗവൺമെന്റ് കമ്പനികളെ സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്ന പ്രധാനമായ 2 രീതി ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് എന്താണ് പിൻവാങ്ങുക. മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കുകയല്ല, മറിച്ച് അതിന്റെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പിൻവാങ്ങുന്നു. രണ്ടാമത് എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് അങ്ങോട്ട് വിൽക്കുക, മൊത്തത്തിൽ അങ്ങ് കൊടുത്തു. ഇതാണ് എന്തെന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്പനികളെ സ്വകാര്യ കമ്പനികളാക്കി മാറ്റുന്ന 2 രീതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്വകാര്യവൽക്കരണം എന്നത് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ നിർവഹണ ചുമതലയോ എന്താണ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതാണ്. ഇനി അടുത്തത് PSC ചോദിക്കുന്നതാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് കൂട്ടിച്ചേർക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലുകളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുണ്ടായ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും അറിയപ്പെടുന്നതാണ് എന്ത് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആശയങ്ങളുടെയും മൂലധനത്തിന്റെയും ചരക്കുകളുടെയും മനുഷ്യരുടെയും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒഴുക്കിനെയാണ് എന്തെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം വേറൊരു രാജ്യത്തോ അല്ലെങ്കിൽ ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം നമ്മുടെ രാജ്യത്തോ കൊണ്ടുപോയി വിൽക്കുന്നതൊക്കെ എന്താണ് ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് ആഗോളവൽക്കരണം, അതേപോലെ തന്നെ സ്വകാര്യവൽക്കരണം, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഉദാരവൽക്കരണം ഒക്കെ എന്താണ് പുത്തൻ സാമ്പത്തിക നയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന് അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓൾ ഓഫ് ദി അബോ 1, 2 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അനുബന്ധ കാര്യങ്ങളിലേക്ക് വരാം. ഭരണഘടനാ നിർമ്മാണ സഭ, ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു എന്ന് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. 389 ആണ്. ഈ 389 എന്ന് പറയുന്ന അംഗസംഖ്യയിലേക്ക് വരുമ്പോൾ അതിനെ 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ 296 അംഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും എന്താണ്
എലക്ട് ചെയ്ത് വന്നവരും 93 അംഗങ്ങൾ എന്താണ് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന്, അതായത് നാട്ടുരാജാക്കന്മാരുടെ അവരുടെ അധീനതയിലുള്ള ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് എന്താണ്, ആ ഒരു പ്രദേശത്ത് നിന്ന് എന്താണ് നോമിനേറ്റ് ചെയ്തു വന്നതുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 389 എങ്ങനെയാണ് വരുന്നത്? 296 അംഗങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 93 അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നും വന്നിട്ടുള്ളതാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിൽ 296 അംഗങ്ങളെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. 292 ആ 292 എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും വന്നിട്ടുള്ളതാണ് ഈ പറയുന്ന 292 എന്ന് പറയുന്നത്. പിന്നെ അവശേഷിക്കുന്ന 4 എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും എലക്ട് ചെയ്ത് വന്നവരാണെന്ന കാര്യം ഓർക്കുക. അന്നത്തെ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അത് അജ്മീർ, അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ, പിന്നെ വരുന്നത് കൂർഗ്, ഡൽഹി. ഇത് നമ്മൾ ABCD എന്നാണ് പഠിച്ചു വെക്കുക. അജ്മീർ, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ, കൂർഗ്, അതുപോലെ തന്നെ ഡൽഹി. ആ ഒരു രീതിയിൽ ഓർത്തു വെച്ചാൽ മതി. ഈ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യയിൽ നിന്ന് വന്ന 4 എലക്ട് ചെയ്ത് വന്ന അംഗങ്ങളും, അതേപോലെ തന്നെ 292 പേർ അന്നുണ്ടായിരുന്ന 11 ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും എലക്ട് ചെയ്ത് വന്നവരാണ്. അങ്ങനെയാണ് 296 എന്ന് പറയുന്നത്. ഇതിന് കൂടാതെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത് വന്ന 93 പേര്. അങ്ങനെ എല്ലാം കൂടിയിട്ട് എത്രയാണ്? 389 എന്ന് പറയുന്ന ഈ ഒരു കണക്കിലേക്ക് എത്തുന്നു. ഓരോ പ്രവിശ്യയിലെയും സീറ്റുകൾ അവരവരുടെ ജനസംഖ്യാ അനുപാതം അനുസരിച്ച് മുസ്ലിം, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങളായിട്ട് വീതിച്ചു നൽകി. അപ്പൊ ഇവിടെ എന്താണ്, ആ സീറ്റുകൾ എങ്ങനെയാണ് വീതിച്ചു നൽകിയത്? മുസ്ലിം ഉണ്ട്, സിഖ് ഉണ്ട്, പിന്നെ പൊതുവിഭാഗം എന്നാണ്. ഹിന്ദുക്കൾ എന്നല്ല, മറിച്ച് എന്താണ്, പൊതുവിഭാഗങ്ങൾ എന്നാണ് അവിടെ വീതിച്ചു നൽകിയത്. അപ്പൊ മുസ്ലിം, സിഖ്, പൊതുവിഭാഗം, അതൊന്ന് ഓർത്തിരിക്കുക. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ച് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ എന്താണ് തെരഞ്ഞെടുത്തു. അപ്പോൾ ഓരോ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾ എന്താണ് അവരവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തു. ഇവിടെ ഫോളോ ചെയ്തത് എന്താണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്ര ജനങ്ങളെ പ്രതിനിധീകരിക്കാനായിട്ട് ഒരു ആള് ആ ഒരു രീതിയിൽ, ഒരു ആനുപാതിക രീതിയിലാണ് ഇങ്ങോട്ട് ആൾക്കാരെ എടുത്തത്. അവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ്, ഓരോ സമുദായത്തിലും പെട്ട അംഗങ്ങൾ അവരവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തു എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ആ ഒരു ഡിവൈഡ്, മുസ്ലിം, സിഖ്, പൊതുവിഭാഗം, മുസ്ലിം, സിഖ്, പൊതുവിഭാഗം. അപ്പൊ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളെ തെരഞ്ഞെടുക്കുന്നു. ആ ഒരു രീതിയാണ് എന്ത് ഇവിടെ ഫോളോ ചെയ്തതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടി ആലോചനയിലൂടെ നിശ്ചയിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോമിനേറ്റഡ് അംഗങ്ങളാണ്. 1946 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് എന്താണ് ഈ 296 സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത്. ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മാസത്തിലായിട്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണെന്ന കാര്യം ഓർക്കുക. ഇങ്ങനെ ഈ ഇലക്ഷനൊക്കെ നടന്നപ്പോൾ ഈ 296 അംഗങ്ങളിൽ 4 സിഖ് മതസ്ഥരും 3 ആംഗ്ലോ ഇന്ത്യക്കാരും അതുപോലെ തന്നെ 3 പാഴ്സി മതസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 208 സീറ്റ് ആർക്ക് ലഭിച്ചു? കോൺഗ്രസിന് ലഭിച്ചു. അതേപോലെ തന്നെ 73 സീറ്റ് ആർക്ക് ലഭിച്ചു? മുസ്ലിം ലീഗിന് ലഭിച്ചു. ബാക്കി എത്ര? 15 സീറ്റ് എന്താണ് സ്വതന്ത്രർക്കാണ് ലഭിച്ചത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ലഭിച്ചത്? നമ്മുടെ കോൺഗ്രസിനാണ് ലഭിച്ചത്. പിന്നെ 73 സീറ്റ് ആർക്ക് ലഭിച്ചു? മുസ്ലിം ലീഗിന് ലഭിച്ചു. അതുപോലെ തന്നെ ബാക്കിയുള്ള 15 സീറ്റ് സ്വാതന്ത്ര്യം നേടി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യ വിഭജനത്തിന് ശേഷം അങ്ങനെ 1947 ഓഗസ്റ്റ് 15-ാം തീയതി വിഭജിക്കപ്പെടുന്നുണ്ട്. ആ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇവിടെ വന്ന മാറ്റം ആ 299 ആയിട്ട് എന്താണ് ഇതിൽ അംഗസംഖ്യ കുറഞ്ഞു എന്ന കാര്യം ഓർക്കാം. അപ്പൊ അന്നേ വരെ 389 എന്നത് എത്രയായിട്ട് കുറഞ്ഞു? 299 ആയിട്ട് കുറഞ്ഞു. അതിൽ തന്നെ എലക്ട് ചെയ്ത് വന്നവര് 229 ആയിട്ടും 70 ആയിട്ട് എന്താണ് നോമിനേറ്റ് ചെയ്തത്, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്തവരും എത്രയായിട്ട് കുറഞ്ഞു? 70 ആയിട്ട് കുറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229 പ്രിൻസ്ലി സ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്ന് എത്രയായിട്ട് മാറി? 70 ചുരുങ്ങി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ 389 ആയിരുന്നു തുടക്കത്തിൽ, 296, 93. ആ 296 തന്നെ 292, 4 എന്നിങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വിഭജനത്തിന് ശേഷം ഈ പറയുന്ന 389 എന്ന് പറയുന്നത് 299 ആയി. അതേപോലെ തന്നെ 296 എന്ന് പറയുന്നത് 229 ആയി. 93 എന്ന് പറയുന്നത് 70 ആയിട്ട് മാറി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതാ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 17 ആയിരുന്നു തുടക്കത്തിൽ. വിഭജന ശേഷം എത്രയാണ്?
15 ഇപ്പോൾ കേരള PSC നടത്തുന്ന പരീക്ഷയിലൊക്കെ തന്നെ ഈ 15 എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉത്തരമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് തുടക്കത്തിൽ എന്ന് ചോദിച്ചാൽ, അതായത് ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച അന്ന്, അതായത് 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് രൂപീകരിക്കുന്നത്. ആദ്യ സമ്മേളനം ഡിസംബർ മാസം 9-ാം തീയതി ചേർന്നു, ഇതേ വർഷം ഡിസംബർ 9-ാം തീയതി. അപ്പോൾ അവിടെ ആ ഒരു ദിവസപ്രകാരം പറയുകയാണെങ്കിൽ അവിടെ 17 വനിതകൾ. അതേ സമയത്ത് വിഭജനത്തിന് ശേഷം എത്രയായിട്ട് മാറി? 15 വനിതകളാണ് ഉള്ളതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ പറയുന്ന കേരള ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് പറയുന്നു. അടുത്ത് ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നു. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ് എന്നും കൂടെ പറയുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്ന ആ ടോപ്പിക് എടുത്തപ്പോൾ SCRT ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാഠം പഠിപ്പിച്ചപ്പോൾ അവിടെ കൃത്യമായി പറഞ്ഞു പോയതാണ്. SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒന്ന് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് ഇവിടെ നൽകിയിരിക്കുന്നു. രണ്ടാമത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഉപരിതല ജലം സംഭരിക്കുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നു. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് എന്ന് പറയുന്നത് ജലപീഠം എന്ന് പറയുന്നത്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് എന്തെന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ. അത് വിശദമായിട്ട് നമ്മൾ പഠിപ്പിച്ചതാണ്. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. അപ്പൊ ഈ പറയുന്ന ജലപീഠം ഉണ്ടല്ലോ, അതിന്റെ മുകൾ പരപ്പാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കിണറ്റിലെ ആ ഒരു ജലനിരപ്പ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പ്, ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ മുകൾ പരപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാട്ടർ ടേബിൾ അല്ലെങ്കിൽ ജലപീഠം എന്ന് പറയുന്നത്. ഇനി ഭൂമിക്കടിയിലെ സംഭരിക്കപ്പെടുന്ന ജലമാണ് എന്തെന്ന് പറയുന്നത് ഭൂഗർഭജലം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ജലപീഠത്തിന്റെ മുകൾ പരപ്പാണ് എന്ത്? കിണറ്റിലെ ജലനിരപ്പ്. ആ 3 പോയിന്റുകളാണ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഭൂഗർഭജലത്തിന്റെ അമിതമായ ഉപയോഗം എന്താണ്? ഈ ജലപീഠം ഇപ്പോൾ വെള്ളം കുറയുമ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞു, ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണല്ലോ. അപ്പം നമ്മൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ ഇതെന്താണ് താഴുന്നതിന് കാരണമാകുന്നു. ഇതുപോലെ നദികളിൽ നിന്ന് മണൽ വാരുന്നത് എന്താണ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോഴും ജലപീഠം എന്താണ് താഴുന്നതിന് കാരണമാകുന്നു. തണ്ണീർത്തടങ്ങൾ നികത്തുന്നതും എന്താണ് ജലപീഠം താഴുന്നതിന് മറ്റൊരു കാരണമാണെന്ന് പറയുന്നു. ജലപീഠം ഏറെ താഴ്ചയിലാണെങ്കിൽ കുഴൽ കിണറാണ് അഭികാമ്യം എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ആഴത്തിൽ നമുക്ക് പോയാലേ നമുക്ക് ആ ജലം നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടെ അഭികാമ്യം എന്താണ് കുഴൽ കിണറാണെന്നാണ് പറയുന്നത്. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകുന്നു. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നീരുറവ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ എന്താണ് ജലം എന്താണ് ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകുന്നു എന്നതാണ് നമ്മുടെ നീരുറവ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് നീരുറവ എന്ന് പറയുന്നത്. അങ്ങനെ ഒഴുകുന്നതാണ് നമ്മൾ നീരുറവ എന്ന് പറയുന്നത്. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം എന്ന് പറയുന്നത്. ആ ജലപീഠം എന്താണ് ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ എന്താണ് ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകുന്നു. ഇതിനെയാണ് നീരുറവ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തണ്ണീർത്തട സംരക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് 4ഓളം ക്ലാസ്സുകൾ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കൃത്യമായി പറഞ്ഞു പോയതാണ്. അവിടെ പറയുന്നതാണ് ചതുപ്പ് പ്രദേശങ്ങൾ, പ്രകൃതി തന്നെ കൃത്രിമമായ വെള്ളം കെട്ടി നിൽക്കുന്നതോ ഒഴുകിപ്പോകുന്നതോ ആയ തടാകങ്ങൾ, നദികൾ, തോടുകൾ, വേലിയിറക്ക സമയത്ത് 6 മീറ്ററിലധികം ആഴമില്ലാത്ത ജലപ്രവാഹങ്ങൾ എന്നിവയെല്ലാം തണ്ണീർത്തടങ്ങളാണ്. ജലാശയങ്ങൾക്കും കരപ്രദേശത്തിനും ഇടയിൽ രണ്ടിൻ്റെയും സ്വാഭാവിക സവിശേഷതകളോട് കൂടിയ പ്രദേശങ്ങളാണ് ഈ പറയുന്ന തണ്ണീർത്തടങ്ങൾ. അപ്പോൾ ജലാശയങ്ങൾക്കും അതേപോലെ തന്നെ കരപ്രദേശത്തിനും ഇടയിലായിട്ട് വരുന്ന ഈ രണ്ടിൻ്റെയും സ്വാഭാവിക സവിശേഷതകളോട് കൂടിയ പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 6 മീറ്ററിലധികം ആഴമില്ലാത്ത ജലപ്രദേശങ്ങൾ എന്നും കൂടെ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് 6 മീറ്ററിലധികം ആഴമുള്ള എന്ന് ചിലപ്പോൾ തന്നിട്ട് ഓപ്ഷൻ തെറ്റിക്കും. ഇവിടെ എന്താണ് 6 മീറ്ററിലധികം ആഴമില്ലാത്ത എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് നമ്മൾ അടുത്തോട്ട് പരിചയപ്പെടുന്ന ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. ആന്റിബോഡികളായ AB എന്നിവ കാണുന്നു, ആന്റിജൻ A മാത്രം കാണുന്നു, ആന്റിബോഡികളായ AB എന്നിവ കാണുന്നു, ആന്റിബോഡി A മാത്രം കാണുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ച ശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. A എന്ന് പറയുന്ന രക്തഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ആന്റിജൻ നമുക്കറിയാം A എന്ന് പറയുന്ന ആന്റിജൻ ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പേര് നൽകുന്നത്. അതേസമയത്ത് അവിടെയുള്ള ആന്റിബോഡി ചോദിച്ചാൽ B ആയിരിക്കും. B എടുക്കുകയാണെങ്കിൽ ആന്റിജൻ B ആണ്. അപ്പോൾ A എന്ന് പറയുന്ന ആന്റിബോഡി ആയിരിക്കും ഉണ്ടാകുക. ABന്റെ കേസിൽ ആന്റിജൻ Aയും Bയും ഉണ്ട്. അതുകൊണ്ട് അവിടെ ആന്റിബോഡി ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്തുള്ള പറയുന്ന O ഗ്രൂപ്പാണ്. O ഗ്രൂപ്പിൽ എന്തില്ല ഒരു ആന്റിജനും ഇല്ല. അതേസമയത്ത് Aയും Bയും എന്ന് പറയുന്ന ആന്റിബോഡി ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ A എന്ന് പറയുന്ന രക്തഗ്രൂപ്പ്, ആ ഒരു രക്തഗ്രൂപ്പിലെ ആന്റിജൻ ഏതാന്ന് ചോദിച്ചാൽ A ആണ്. അവിടെയുള്ള ആന്റിബോഡി നേരെ ഓപ്പോസിറ്റ് B വരും.
അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് ആന്റിജൻ ബി ആണ്, ആന്റിബോഡി എന്തായിരിക്കും? എ ആയിരിക്കും. എ ബിന്റെ കേസിൽ എയും ബിയും ആന്റിജൻ ഉണ്ട്, അവിടെ ആന്റിബോഡി ഒന്നും തന്നെ ഇല്ല. ഒ ഗ്രൂപ്പിന്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ആന്റിജൻ ഒന്നും തന്നെ ഇല്ല, അതേ സമയത്ത് എയും ബിയും ആന്റിബോഡി ഉണ്ട്. അപ്പോൾ ഒ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആന്റിജൻ ഒന്നും തന്നെ ഇല്ല, അതേ സമയത്ത് എന്താണ്? എ ബി എന്നീ ആന്റിബോഡികളുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, ആന്റിജനുകളായി എ ബി എന്നിവ കാണുന്നു. അവിടെ ഓ രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആന്റിബോഡികളായി എ ബി എന്നിവ കാണുന്നു എന്ന് പറയുമ്പോൾ ഓ രക്തഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആന്റിജനുകളായ എ ബി കാണുന്നു എന്നാണ്. ഓ രക്തഗ്രൂപ്പിൽ ഒരു ആന്റിജനും കാണുന്നില്ല, അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആന്റിജൻ എ മാത്രം കാണുന്നു എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. ആന്റിബോഡികളായി എ ബി എന്നിവ കാണുന്നു, അത് ശരിയാണ്. ആന്റിബോഡി എ മാത്രം കാണുന്നു, എയും ബിയും കാണുന്നുണ്ട്, അപ്പോൾ ഇതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ഇവിടെ നോക്കൂ, ഇവിടെ ദാനം ചെയ്യാൻ കഴിയുന്നു. എ എന്ന് പറയുന്ന രക്തഗ്രൂപ്പിന് എ ഗ്രൂപ്പിനും കൊടുക്കാൻ പറ്റും, അതേപോലെ തന്നെ എ ബി ഗ്രൂപ്പിനും എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. എ ഗ്രൂപ്പിനും പറ്റും, എ ബി ഗ്രൂപ്പിനും പറ്റും. ബി എന്ന് പറയുന്ന രക്തഗ്രൂപ്പിന് ബിക്കും പറ്റും, എ ബിക്കും എന്താണ്? ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. എ ബി എന്ന് പറയുന്ന രക്തഗ്രൂപ്പിന് എ ബിക്ക് മാത്രമാണ് എന്ത്? ബ്ലഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒ എന്ന് പറയുന്ന രക്തഗ്രൂപ്പിന് എയ്ക്കും എ ബിക്കും ബിക്കും ഒയ്ക്കും എന്താണ്? ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നതാണ് ഒ എന്ന് പറയുന്ന രക്തഗ്രൂപ്പ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതേ സമയത്ത് ആരിൽ നിന്നെല്ലാം സ്വീകരിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന രക്തഗ്രൂപ്പിന് എയിൽ നിന്നും ഒയിൽ നിന്നും മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ബി ആണെങ്കിൽ ബിയിൽ നിന്നും ഒയിൽ നിന്നും മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എ ബി എന്ന് പറയുന്ന രക്തഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? എല്ലാവരിൽ നിന്നും സ്വീകരിക്കാം. എയിൽ നിന്നും ബിയിൽ നിന്നും ഒയിൽ നിന്നും എ ബിയിൽ നിന്നും എന്ത് ചെയ്യാം? സ്വീകരിക്കാൻ പറ്റും. നമ്മൾ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ഒ ഗ്രൂപ്പും സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എ ബി ഗ്രൂപ്പുമാണ്. ആ ഒരു രീതിയിൽ ചോദ്യം വരുന്നു. എന്താണ്? സാർവത്രിക ദാതാവ് എന്ന് ചോദിച്ചാൽ ഒ ഗ്രൂപ്പും സ്വീകർത്താവ് എന്ന് ചോദിച്ചാൽ എ ബിയുമാണ്. ഇനി ഒ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്? ഒ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. ഒ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇവിടെ നമ്മുടെ ഈ സ്വീകരിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ ഈ ഒരു ആന്റിബോഡിയും ഈ ബ്ലഡ് നൽകുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാളുടെ ആന്റിജനും എന്ത് ചെയ്യാൻ പാടില്ല? ഈക്വൽ ആവാൻ പാടില്ല. അതായത് ഇവിടെ ബി എന്ന് പറയുന്ന ഈ ഒരു രക്തഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ആന്റിബോഡിയാണ്. അപ്പോൾ ഈ ബി ഗ്രൂപ്പുകാരിൽ നിന്ന് അവർക്ക് സ്വീകരിക്കാൻ പറ്റും. കാരണം അവിടെ എന്താണ്? ബി ആണ് അവിടുത്തെ ആന്റിജൻ. ഒ എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നുമില്ല, അപ്പോൾ പ്രശ്നമില്ല. അതേ സമയത്ത് എ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ആന്റിജനും ഇവിടെ എ എന്ന് പറയുന്ന ആന്റിബോഡിയും വരും, അപ്പോൾ അത് പറ്റത്തില്ല. എ ബിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എ ബിയിൽ ഒരു ആന്റിബോഡി ഇല്ല, അപ്പോൾ അവിടെ പ്രശ്നം വരുന്നില്ല. അതേസമയത്ത് ഒ ഗ്രൂപ്പിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എയും ബിയും ആന്റിബോഡി ഉണ്ട്. അപ്പോൾ എയും ബിയും ആന്റിബോഡി ഉള്ളതുകൊണ്ട് എ ബിനും പറ്റില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന എ ഗ്രൂപ്പ് എടുത്ത എ ഉണ്ട്, അതേപോലെ തന്നെ ബി ഗ്രൂപ്പ് എടുത്ത ബി ആന്റിജനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന ഒ ഗ്രൂപ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വീകരിക്കാൻ പറ്റില്ല. ഒ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഒ ഗ്രൂപ്പിൽ എന്തില്ല? ആന്റിജൻ ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റിജനുകൾ എന്ന് പറയുന്നത്. ഈ ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് എന്തെന്ന് പറയുന്നത്? ആന്റിബോഡി എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നമ്മളവിടെ പറഞ്ഞ കാര്യം. എന്തുകൊണ്ടാണ് എ എന്ന് പറയുന്ന ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പിന് ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാൻ പറ്റാത്തതെന്ന്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ രണ്ട് ടേമുകൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. എന്താണ്? ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും നമ്മൾ എന്തെന്നാണ് പൊതുവെ പറയുന്നത്? ആന്റിജനുകൾ എന്നാണ് പറയുന്നത്. ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് എന്ന് പറയുന്നത് ആന്റിബോഡി എന്ന് പറയുമ്പോൾ പ്രോട്ടീനുകളാണ്. ചുവന്ന രക്താണുവിന്റെ ഉപരിതലത്തിലുള്ള എ ബി എന്നീ ആന്റിജനുകളുടെ സാന്നിധ്യമാണ് എന്ത്? രക്തത്തെ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നത്. ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ആരെന്ന് PSC എപ്പോഴും ചോദിക്കാറുള്ള ലാൻസ്റ്റൈനർ ആണ് ഈ പറയുന്ന രക്തഗ്രൂപ്പ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നിശ്ചയിക്കുന്ന അതിലടങ്ങിയിരിക്കുന്ന RH ഫാക്ടറാണ്. ഇതും കണ്ടുപിടിച്ച ആര് തന്നെയാണ്? കാൾ ലാൻസ്റ്റൈനർ തന്നെയാണ്. അദ്ദേഹം ഇത് കണ്ടുപിടിക്കുന്ന റീസസ് കുരങ്ങുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് അതിന് RH ഫാക്ടർ എന്ന ഒരു പേര് നൽകാൻ കാരണം. ഇനി ഒരു രക്തഗ്രൂപ്പിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് AB പോസിറ്റീവ് എന്ന്, ഇപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുന്നു, അതിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ A പോസിറ്റീവ് എന്ന് പറയാം. O ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുന്നു, അതിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ O പോസിറ്റീവ് എന്ന് പറയാം. RH ഫാക്ടർ ഇല്ലെങ്കിലോ A നെഗറ്റീവ്, O നെഗറ്റീവ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇനി അടുത്ത് ഇവിടെ പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ചോദിച്ചാൽ അത് O പോസിറ്റീവ് ആണ്. ഏറ്റവും കൂടുതൽ O പോസിറ്റീവ് ആണ്.
ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന ഏതാണ്? AB നെഗറ്റീവ് ആണ്. O പോസിറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ. അതേ സമയത്ത് ഏറ്റവും കുറവ് കാണപ്പെടുന്നത് AB നെഗറ്റീവ് ആണ്. അപ്പോൾ AB നെഗറ്റീവ് ആണ് ഏറ്റവും കുറവ്. ഏറ്റവും കുറവ് ഏതാണ്? AB നെഗറ്റീവ് ആണ്. AB നെഗറ്റീവ്. അതേ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന O പോസിറ്റീവ് ആണ്. ലോകത്തിലെ ഏറ്റവും അപൂർവമായ ആളുകളിൽ കാണപ്പെടുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബോംബെ ഗ്രൂപ്പ് എന്നൊക്കെ ചോദിക്കുക. അതൊരു ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് O. അതേപോലെ തന്നെ ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ് AB എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത് നമ്മളിവിടെ പരിചയപ്പെടുന്നത് മറ്റൊരു ചോദ്യമാണ് ഫിസിക്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ്. തരംഗദൈർഘ്യം 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. മനുഷ്യ ശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ശരിയാണ്. ജലശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. അതും എന്താണ്? ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 3ഉം 4ഉം ശരി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറഞ്ഞ കിരണങ്ങളാണ് അൾട്രാവയലറ്റ് കിരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൃശ്യപ്രകാശത്തെ തരംഗദൈർഘ്യം PSC എപ്പോഴും ചോദിക്കുന്നതാണ് 400 മുതൽ 700 നാനോമീറ്റർ എന്നതാണ്. അപ്പോൾ ദൃശ്യപ്രകാശത്തിന്റെ തരംഗദൈർഘ്യം ചോദിച്ചാൽ 400 മുതൽ 700 നാനോമീറ്റർ ആണെന്ന് കാര്യം ഓർത്തിരിക്കാം. 400 മുതൽ 700 നാനോമീറ്റർ. ഇനി അൾട്രാവയലറ്റ് കിരണങ്ങളിലേക്ക് വരുമ്പോൾ സൂര്യാഘാതം അഥവാ സൺബേണിന് കാരണമാകുന്നത് നമ്മുടെ ഈ പറയുന്ന അൾട്രാവയലറ്റ് കിരണമാണ്. നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നതാണ്. കള്ളനോട്ടൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രകാശകിരണം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും ഈ പറയുന്ന എന്താണ്? അൾട്രാവയലറ്റ് കിരണങ്ങളാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ UV റേസ് ആണ് ഈ പറയുന്ന കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രകാശകിരണം. ഇനി നെയ്യിലെ മായം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കള്ളനോട്ട് തിരിച്ചറിയാൻ, നെയ്യിലെ മായം തിരിച്ചറിയാൻ, ഇനി ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ ഈ പറയുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം നമുക്കറിയാം. നമ്മളെ ഈ പറയുന്ന സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന UV റേസ് ആണ് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ. ഇനി ജലത്തിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന UV റേസ് ഉപയോഗിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളി ചോദിച്ചാൽ അതേതാണ്? ഈ പറയുന്ന ഓസോൺ പാളിയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ്. ഇതെല്ലാം പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. 400 മുതൽ 700 നാനോമീറ്റർ അത് ഓർത്തിരിക്കണം. അത് നമ്മുടെ ദൃശ്യപ്രകാശത്തിന്റെ തരംഗദൈർഘ്യമാണ്. അതിനേക്കാൾ താഴ്ന്നതാണ് ഈ പറയുന്ന അൾട്രാവയലറ്റ് രശ്മികളുടെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറഞ്ഞ കിരണങ്ങളാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ. പിന്നെ സൂര്യാഘാതം അഥവാ സൺബേണിന് കാരണമാകുന്ന പ്രകാശകിരണം ചോദിച്ചാൽ അൾട്രാവയലറ്റ് റേസ് ആണ്. അതുപോലെ തന്നെ കള്ളനോട്ട് തിരിച്ചറിയാൻ, നെയ്യിലെ മായം തിരിച്ചറിയാൻ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാനായിട്ട്, അതേപോലെ തന്നെ നമ്മുടെ ട്യൂബ് ലൈറ്റിനുള്ളിൽ, അതേപോലെ തന്നെ ശരീരത്തിന് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ ജലത്തിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ അത് ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ ഒരു പാളിയാണ് എന്ത്? ഓസോൺ പാളി. അതവിടെ സ്ഥിതി ചെയ്യുന്നു അന്തരീക്ഷ പാളിയിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പഠിക്കാറുണ്ട്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിലെ അവസാനമായിട്ട് പരിചയപ്പെടുന്ന ചോദ്യം കലാസാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വെള്ളായപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏതെന്നാണ്. എത്രയോ തവണ PSC ചോദിച്ചതാണ്. ഉത്തരമായിട്ട് വരുന്ന കടൽ തീരത്താണ്. അപ്പോൾ കടൽ തീരത്ത് എന്ന് പറയുന്ന ചെറുകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? OV വിജയനുമായി ബന്ധപ്പെട്ടതാണ്. വെള്ളായപ്പൻ ആണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇത് OV വിജയന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത് ഖസാക്കിന്റെ ഇതിഹാസം. നമുക്കറിയാം OV വിജയനുമായി ബന്ധപ്പെട്ടതാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? OV വിജയനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രവിയും അപ്പുക്കിളിയും മൈമുനയും അള്ളാപ്പിച്ച മൊല്ലാക്കയും നൈസാമലിയും ഒക്കെ കഥാപാത്രമായിട്ട് വരുന്ന ഖസാക്കിന്റെ ഇതിഹാസം. ഈ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും PSC റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. രവി, അപ്പുക്കിളി, മൈമുന, അള്ളാപ്പിച്ച മല്ലാക്ക, നൈസാമലി ഇതൊക്കെ എന്താണ്? ഖസാക്കിന്റെ ഇതിഹാസത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഗുരുസാഹരം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ധർമ്മപുരാണം, മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകളെല്ലാം എന്താണ്? OV വിജയന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ്. അപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം, ഗുരു സാഹരം, ധർമ്മ പുരാണം, മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ ഇതെല്ലാം ആരുടെ നോവലുകളാണ്? OV വിജയന്റെ നോവലുകളാണ്. ഇനി അടുത്ത ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി, അശാന്തി, ബാലബോധിനി, കടൽ തീരത്ത്, കാറ്റ് പറഞ്ഞ കഥ ഇതെല്ലാം അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഘോഷയാത്രയിൽ തനിയെ, ഒരു സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്കായി, ഇതിഹാസത്തിന്റെ ഇതിഹാസം
ഇതൊക്കെ എന്താണ്? ലേഖനങ്ങളാണ്. ഇതിൽ ഇതിഹാസത്തിന്റെ ഇതിഹാസം ഈ പറയുന്ന ഖസാക്കിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം രചിച്ചതാണ്. അതായത് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഈ പറയുന്ന ഇതിഹാസത്തിന്റെ ഇതിഹാസം, അത് ലേഖനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് OV വിജയനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഖസാക്കിന്റെ ഇതിഹാസം, ഗുരുസാഗരം, ധർമ്മപുരാണം, മധുരം കായതി, പ്രവാചകന്റെ വഴി, തലമുറകളൊക്കെ എന്താണ്? നോവലുകളാണ്. ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി, അശാന്തി, ബാലബോധിനി, കടൽത്തീരത്ത്, കാറ്റ് പറഞ്ഞ കഥയെല്ലാം അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാണ്. ഘോഷയാത്രയിൽ തനിയെ, ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്കായി, ഇതിഹാസത്തിന്റെ ഇതിഹാസം എന്നിവ എന്താണ്? അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട ഓരോരോ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ പരീക്ഷകളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അനുബന്ധമായിട്ടും പരിചയപ്പെടുത്തി, ഒപ്പം SCRT-യിലൊക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നേരം പരിചയപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് വീണ്ടും PSC വേണമെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം. അത് നമ്മൾ ഈ അടുത്ത് നടന്ന LD-യുടെ പരീക്ഷയിലൊക്കെ നമ്മൾ കണ്ടതാണ്, 2024 നടത്തിയ പരീക്ഷയിലൊക്കെ കണ്ടതാണ്. അപ്പോൾ എന്തായാലും പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടുത്തുന്ന ഈ ക്ലാസ് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും ഇനി പരിചയപ്പെടുക. നമ്മുടെ രീതി SCRT, അതിനുശേഷം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിനുശേഷം നമ്മൾ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നാളെ നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ ഒരു ചോദ്യമായിട്ട് നിങ്ങൾ മുന്നിൽ എത്തുമ്പോൾ OMR ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.